അപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് എൻട്രി നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കുക എന്നുള്ള ദൗത്യത്തോടു കൂടിയാണ്. മറ്റൊന്നുമല്ല, RRBയുടെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഷോർട്ട് നോട്ടീസ് RRB അടുത്തിടെ പുറത്തിറക്കി. ആ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. പുറത്തിറക്കിയ ഈ പറയുന്ന ഷോർട്ട് നോട്ടീസ് ഇങ്ങനെയാണ്. ഒരു സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് എന്നുള്ള രീതിയിൽ സാധാരണ നമ്മൾ പുറത്തിറക്കുന്ന പോലെ തന്നെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു, ഈ വർഷം ഫ്രം ദി ബിഗിനിങ് നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഒരു ആനുവൽ കലണ്ടർ പോലെ അവർ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യും, NTPC ഈ സമയത്ത് വരും, JEE ജൂനിയർ എഞ്ചിനീയർ ഈ സമയത്ത് വരും, ഗ്രൂപ്പ് D എങ്ങനെ ഈ സമയത്ത് വരും എന്നുള്ള രീതിയിലൊരു ഇൻറ്റിമേഷൻ നമുക്ക് RRB തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം അതേപോലെ തന്നെ RRB പറഞ്ഞ വാക്ക് സത്യം പറഞ്ഞാൽ പാലിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ RRBയുടെ ഈ ഒരു ഷോർട്ട് നോട്ടീസ് പുറത്തിറക്കിയത് കഴിഞ്ഞ ഒരു വിത്തിൻ ഫ്യൂ ഡേയ്സ് ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കുറേയധികം പോസ്റ്റുകളിലേക്ക് ഏകദേശം 1036 വാക്കൻസികളിലേക്കാണ് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിൽ പുറത്തിറക്കിയിട്ടുള്ളത്. നമുക്ക് ഈ ഷോർട്ട് നോട്ടീസ് ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിട്ടില്ല. ഷോർട്ട് നോട്ടീസ് മാത്രമാണ് RRB പുറത്തിറക്കിയിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമെന്നും അപ്ലൈ ചെയ്യാനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് മുതലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഷോർട്ട് നോട്ടീസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഡേറ്റ് RRB പറഞ്ഞിരിക്കുന്നത് 7th ജാനുവരിയാണ്. അതായത് അടുത്ത വർഷം 2025 ജനുവരി 7-ാം തീയതി ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ RRB തരുന്നൊരു സമ്മാനമായിട്ട് കൺസിഡർ ചെയ്യാം. ജാനുവരി 7th ഈ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനം ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത് February 6th. അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സാണ് ഈ പറയുന്ന RRB മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ NTPC അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രൂപ്പ് D അപ്ലൈ ചെയ്യുന്ന പോലെ ഏത് ബിരുദധാരികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോലുള്ള ഒരു പോസ്റ്റ് അല്ല RRB മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി. അപ്പോൾ നമ്മൾ SSC ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂട്ടുകാർക്ക് അറിയാലോ, സെലക്ഷൻ പോസ്റ്റ് പോലുള്ള പോസ്റ്റുകളുണ്ട്. സെപ്പറേറ്റ് ആയിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള എലിജിബിലിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില പോസ്റ്റുകളാണ് അല്ലേ. അതേപോലെ തന്നെ ഒരു സംഭവമാണ് ഈ പറയുന്ന മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് എന്ന് പറയുന്നത്. ഇതിൽ 1036 വാക്കൻസീസ് ആസ് എ ടോട്ടൽ നമുക്കുണ്ടെങ്കിലും ഏകദേശം 700ഓളം വാക്കൻസികൾ വരുന്നത് ടീച്ചിങ്ങിലേക്കാണ്. അതായത് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് മുതൽ ഈ പറയുന്ന ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് മുതൽ നമുക്ക് ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ജൂനിയർ ട്രാൻസ്ലേറ്റർ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ താഴെ വരുന്ന ലൈബ്രറിയൻ, മ്യൂസിക് ടീച്ചർ, പ്രൈമറി റെയിൽവേ ടീച്ചർ, പിന്നെ ഏറ്റവും അവസാനം പറയുന്ന ലബോറട്ടറി ട്രെയിനർ. അപ്പോൾ ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു ടീച്ചിങ് കാറ്റഗറിയിലേക്കുള്ള ഒരു വാക്കൻസി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ 1036 വാക്കൻസീസ് ടോട്ടൽ പറയുമ്പോഴും ഏകദേശം 700ഓളം 700ഓളം എവിടെ വാക്കൻസി വരുന്നു, ടീച്ചിങ് കാറ്റഗറിയിലേക്ക് വരുന്നു. B.Ed പാസ്സായിട്ടുള്ള PG ഒക്കെ ക്വാളിഫിക്കേഷനുള്ള കൂട്ടുകാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ്. നമ്മൾ മനസ്സിലാക്കുക, KV ഒക്കെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരുമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ റെയിൽവേ സ്കൂളുകളിലേക്കും നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, മിസ് ചെയ്യരുത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുന്ന സമയത്ത് പേ സ്കെയിൽ 8 മുതൽ പേ സ്കെയിൽ 2 വരെ. പേ സ്കെയിൽ 2 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ +2 ക്വാളിഫിക്കേഷനുള്ള ഒരു രീതിയിലുള്ള പോസ്റ്റാണ്. പക്ഷേ പേ സ്കെയിൽ 8 എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലാണ്. ഏകദേശം ബേസിക് പേ തന്നെ, ഇനീഷ്യൽ പേ തന്നെ 47,600 റുപ്പീസാണ് ഇനീഷ്യൽ പേ തന്നെ വരുന്നത്. 18 വയസ്സിനും 48 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പോസ്റ്റാണ് ഇപ്പോൾ ഈ പറയുന്ന പേ 8 എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വാക്കൻസികളുണ്ട്, 187ഓളം വാക്കൻസികളുണ്ട്. ഇനി ട്രെയിൻഡ് ഗ്രാജുവേറ്റ് TGT ലെവലുള്ള പോസ്റ്റിലേക്കാണെങ്കിൽ 338ഓളം വാക്കൻസികളുണ്ട്. അതേപോലെ തന്നെ ജൂനിയർ ട്രാൻസ്ലേറ്റർ, ഹിന്ദി ട്രാൻസ്ലേറ്റർ, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ 130ഓളം വാക്കൻസികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെയിൽവേ പ്രൈമറി ടീച്ചർ ആണെങ്കിൽ അവിടെയും 200ഓളം വാക്കൻസികൾ വരുന്നുണ്ട്. ഈ വാക്കൻസീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു ടെൻഡേറ്റീവ് ആണ്. നമ്മളിപ്പോൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ആദ്യം ലോഗോ പൈലറ്റ് വരുന്ന സമയത്ത് ഇത്ര നോട്ടിഫിക്കേഷനാണ്, ഇത്ര വാക്കൻസീസ് ആണെന്ന് പറഞ്ഞു, പിന്നീട് അത് ഗ്രാജുവലി ചെയ്ത് കൂട്ടുന്നു. അപ്പോൾ ഓരോ റെയിൽവേയിൽ എപ്പോഴും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വാക്കൻസി കൂടാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമില്ല. 1000 വാക്കൻസീസ് ഉള്ളൂ എന്ന് വിചാരിച്ച് മടിച്ചിരിക്കേണ്ട. നന്നായിട്ട് അപ്ലൈ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഈ പറയുന്നത്. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതിൻ്റെയൊക്കെ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ പറയുന്നുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം RRB പോലുള്ളൊരു റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഏറ്റവും കൂടുതൽ ആളുകളെ പുറത്താക്കുന്നത് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിലാണ്. പ്രത്യേകിച്ച് കണ്ണൊക്കെ കറക്റ്റായിട്ട് ഇരിക്കുന്ന, ഫിസിക്കലി ഫിറ്റായിട്ടുള്ള, ഈ പറയുന്ന ഐ വിഷൻ പക്കയായിട്ടുള്ള ആളുകളെ മാത്രമാണ് ഈ പറയുന്ന RRB. ഇപ്പോൾ നമ്മളൊരു ആർമി ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മെഡിക്കലൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫിസിക്കൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ഒരു സ്ട്രിക്റ്റ് ആണെന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ് ഏകദേശം മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ RRB പുലർത്തുന്നത്. ഇപ്പോൾ
SSC ചെയ്യുന്നത് പോലെയല്ല, കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ് RRBയുടെ മെഡിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് 47,600 റുപ്പീസാണ് സാലറി എന്ന് പറഞ്ഞു. 18 വയസ്സിനും 48 വയസ്സിനും ഇടയിൽ ഉള്ള ആളുകൾക്ക് അതിൽ അപ്ലൈ ചെയ്യാമെന്നും പറയുന്നുണ്ട്. അതിലൊരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് C2 എന്ന് പറഞ്ഞൊരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് അവിടെ പരാമർശിക്കുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പേ സ്കെയിൽ 7 വരുന്നുണ്ട്. പേ സ്കെയിൽ 7 വരുമ്പോൾ 44,900, അതായത് 44,900. അത് ഇനീഷ്യൽ പേ വരുന്ന, ബേസിക് പേ വരുന്ന ഒരു പേ സ്കെയിലാണ്. ആ ഒരു വാക്കൻസീസിൽ വരുന്ന നോക്കി 5ഓളം പോസ്റ്റുകളുണ്ട്. ഓക്കെ, അതായത് സയൻറ്റിഫിക് സൂപ്പർവൈസർ ഉണ്ട്, പിന്നെ അതുപോലെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഉണ്ട്, ചീഫ് ലോ അസിസ്റ്റൻ്റ് ഉണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഉണ്ട്. ഇവരൊക്കെ പേ സ്കെയിൽ 7 വരുന്നത്. ഇനി പേ സ്കെയിൽ 6 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റേഷൻ മാസ്റ്റർ അതുപോലെ തന്നെ ഗുഡ്സ് ഗാർഡ് പോലുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവിടെ പേ സ്കെയിൽ 6 ആണ് വരുന്നത്. അവിടെ പേ സ്കെയിൽ 6 വരുന്ന ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേ സ്കെയിൽ 6 ഏറ്റവും കൂടുതൽ അവിടെ വാക്കൻസികൾ വരുന്നത്. ഓക്കെ, അതിലിപ്പോൾ സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ മുതൽ ലൈബ്രറിയൻ മുതൽ മ്യൂസിക് ടീച്ചർ മുതൽ പ്രൈമറി റെയിൽവേ ടീച്ചർ വരെ ഒരുപാട് വാക്കൻസികൾ അവിടെ വരുന്നത് ഈ പറയുന്ന പേ സ്കെയിൽ 6 അതും അന്യായമായിട്ടുള്ള സാലറിയാണ്. ഈ പറയുന്ന 35,400 എന്ന് പറയുന്നത് ബേസിക് പേ ആണ്. അതിനൊപ്പം തന്നെ മറ്റ് അലവൻസും കാര്യങ്ങളെല്ലാം കൂടെ വരുന്നത് നമുക്ക് നല്ല സൈസബിൾ ആയിട്ടുള്ളൊരു സാലറി തന്നെ നമ്മുടെ കൈകളിലേക്ക് വരുന്നതാണ്. ഇനി ഏറ്റവും താഴെ വരുന്നൊരു പോസ്റ്റ് എന്ന് വെച്ചാൽ ലെവൽ 2 വരുന്നത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ്. അതും വളരെ നമുക്ക് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു ജോലിയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് ഇവൻസിലേക്ക് ഒന്ന് കടക്കുകയാണെങ്കിൽ ഷോർട്ട് നോട്ടീസ് അടുത്ത് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്ന നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്ന ഡേറ്റ് 7th ജാനുവരി ആണ്. 7th ജാനുവരി 2025. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ന്യൂ ഇയർ സമ്മാനം തന്നെയാണ് RRB നമുക്ക് നൽകുന്നത്. ഓക്കെ, ഓൺലൈൻ ആപ്ലിക്കേഷൻ അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അന്ന് അർദ്ധരാത്രി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് പറയുന്നത്. 7th ജാനുവരി 2025 മുതൽ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഫെബ്രുവരി 6th വരെ നമുക്ക് ഓൺലൈൻ 11 മണി രാത്രി 11:59 വരെ മിനിറ്റ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റും അത് തന്നെയാണ്, ഈ പറയുന്ന ഡേറ്റ് തന്നെയാണ്. പിന്നെ CBT 1 എക്സാം ഡേറ്റ് ഒരിക്കലും അവർ പറയുന്നില്ല. ടെൻറ്റേറ്റീവായിട്ടൊരു കലണ്ടർ RRB പുറത്തിറക്കിയാൽ മാത്രമേ നമുക്കത് ഏകദേശം പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും വെച്ചാൽ 7th ജാനുവരി, ഓക്കെ, 7th ജാനുവരി 2025 എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരുന്നു. ഒരു ഇൻറ്റിമേഷൻ ആദ്യം തന്നെ പറയുന്നു. OBC വിഭാഗത്തിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ SC ST വിഭാഗത്തിൽ വരുന്ന ഒരാളുകൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മാക്സിമം ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഈ തിരക്ക് വരുന്നതിന് മുമ്പ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ, ഏജ് റിലാക്സേഷൻ ഒക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, SC STs പോലുള്ള സർട്ടിഫിക്കറ്റ്, EWS പോലുള്ള സർട്ടിഫിക്കറ്റുകൾ ഇതിന് മുന്നോടിയായിട്ട് തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആ സമയത്ത് പിന്നെ വില്ലേജ് ഓഫീസിലും അക്ഷയൊക്കെ ആയിട്ട് ഓടിച്ചാടി നടക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഈ പറയുന്ന എക്സാമിനേഷൻ ഫീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പറയുന്നത് 500 രൂപ. സാധാരണ RRB നടത്തുന്ന എല്ലാ എക്സാംസിനും കൊടുക്കുന്ന പോലെ OBC അതുപോലെ തന്നെ ജനറലിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഫീസാണ് 500 രൂപ എന്ന് പറയുന്നത്. പുരുഷന്മാർക്ക് കൊടുക്കുന്ന ഒരു ഫീസാണ് 500 രൂപ. ബാക്കി എല്ലാ ആളുകൾക്കും SC ST PW ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, വനിതകൾ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ പോലെയുള്ള മറ്റേ എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്ന ആളുകൾക്കെല്ലാം 250 രൂപയാണ് ഫീസ്. ഈ 500 രൂപയിൽ ഈ CBT 1 കഴിഞ്ഞാൽ 250 റുപ്പീസ് റീഫണ്ട് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂട്ടുകാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതിയാൽ ഉടനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 250 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് കയറുന്നതുമാണ്. അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ റെയിൽവേയിൽ കോമൺ എക്സാംസ് പോലെ തന്നെയാണ്. ഇനി ഈ പറയുന്ന മിനിസ്റ്റീരിയൽ പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ എക്സാം നടത്തുന്ന പോലെ തന്നെയാണ്. 90 മിനിറ്റിൻ്റെ, അതായത് 1.5 മണിക്കൂറിൻ്റെ ഒരു സെലക്ഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, CBT ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, അത് ഓൺലൈൻ ഫേസ് ആണ്. അതാണ് ഈ പറയുന്ന മാർക്ക് നമ്മളെ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ അല്ലേ കാര്യങ്ങൾ പറഞ്ഞ്, അപ്പോൾ അത് കഴിഞ്ഞ് എന്തായിരിക്കും, തീർച്ചയായിട്ടും അവരുടെ ടീച്ചിങ് പെർഫോമൻസും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ മ്യൂസിക് ടീച്ചറൊക്കെ വിളിക്കുകയാണെങ്കിൽ അവരുടെ ആർട്സിൻ്റെ പെർഫോമൻസ് എന്താണ് അതൊന്ന് വാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ പെർഫോം ചെയ്യും. എന്നിട്ട് അതിന് ശേഷം ആ പെർഫോമൻസിൻ്റെ ബേസിൽ ഇപ്പോൾ ടീച്ചിങ്ങിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടീച്ചിങ് മെത്തഡോളജി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അസസ് ചെയ്യും. കാര്യമായിട്ടൊരു ഇൻ്റർവ്യൂ പോലെ നടത്തി അവരുടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ബാക്കി എന്ത് ചെയ്യുക, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിലേക്കും മെഡിക്കലിലേക്കും പോവുക. ഏറ്റവും അവസാനമാണ് ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് വരിക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ ഞാൻ ടീച്ചിങ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഈ പറയുന്ന ക്വാളിഫൈ ചെയ്ത എല്ലാ കാൻഡിഡേറ്റ്സിനും തീർച്ചയായിട്ടും മെഡിക്കലിലൂടെയും പാസ്സാവണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക.
ഇനി നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ എക്സാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 100 മാർക്കിൻ്റെ ഓൺലൈൻ എക്സാമാണ്. ഓക്കെ, 100 മാർക്കിൻ്റെ ഓൺലൈൻ എക്സാം സാധാരണ എക്സാമത്തിനേക്കാളും കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. റെയിൽവേ നടത്തുന്നതിന് ഡിഫറൻ്റ് ആയിട്ടൊരു എക്സാമാണ്. അതിൽ 50 മാർക്ക് പ്രൊഫഷണൽ എബിലിറ്റിയാണ്. ഇപ്പോൾ ടീച്ചിങ് ഒക്കെ ആണെങ്കിൽ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്, മ്യൂസിക് ടീച്ചറുമായിട്ട് ബന്ധമാണെങ്കിൽ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട്, ഫിസിക്കൽ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ലൈബ്രറിയൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ലൈബ്രറിനും ടെക്നിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ടെക്നിക്കൽ ആ ഒരു പ്രൊഫഷണലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ 50 മാർക്കിന് ചോദിക്കും. ഇനി ജനറൽ അവയർനെസ്, സാധാരണ നമുക്ക് വരുന്ന ഈ പറയുന്ന പോളിറ്റി, ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, GK, ആ പറയുന്ന കറണ്ട് അഫയേഴ്സ് തുടങ്ങിയിട്ടുള്ള ജനറൽ അവയർനെസ് 15 മാർക്കിന് ചോദ്യങ്ങളുണ്ടാവും. അതുപോലെ റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത് 15 മാർക്കിനുണ്ടാവും. മാത്സ് അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 10 മാർക്കിനുണ്ടാവും. ഓക്കെ, ജനറൽ സയൻസ് ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യമാണ്. RRB എക്സാംസിന് എപ്പോഴും ജനറൽ സയൻസിൽ നിന്ന് നല്ല രീതിയിൽ NCERT ലെവലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഇവിടെ 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്. സോ ആസ് എ ടോട്ടൽ 100 ചോദ്യങ്ങൾ 90 മിനിറ്റ്, 1.5 മണിക്കൂർ. ഇപ്പോൾ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 11:30 എക്സാം കഴിയും. ഇനി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു 30 മിനിറ്റ് കൂടെ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി 2 മണിക്കൂർ. ക്ലിയർ അല്ലേ? 90 മിനിറ്റ് സമയം, 100 ചോദ്യങ്ങൾ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇവിടെ മാറ്റിമറിയുന്നു. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഇനി ഇതിലെ ക്വാളിഫിക്കേഷനിലേക്ക് ഒന്ന് കടക്കുകയാണെങ്കിൽ ഏകദേശമുള്ള, ഇപ്പോൾ നമ്മൾ എക്സാക്ട്ലി ഒരു ഷോർട്ട് നോട്ടീസാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നടത്തിയിട്ടുള്ള അതിന് വെച്ചിട്ട് നമ്മളൊരു ക്വാളിഫിക്കേഷൻ നമ്മൾ ജസ്റ്റ് എക്സാക്ട്ലി ഒന്ന് പറയുന്നുണ്ട്. ഇൻ കേസ് ഇനിയിപ്പോൾ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്കത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിൽ കേസിലേക്ക് വരുന്ന സമയത്ത് മാസ്റ്റർ ഡിഗ്രിയാണ്, PG ആണ് അവിടുത്തെ ക്വാളിഫിക്കേഷൻ. ഏത് സബ്ജക്റ്റാണോ വേണ്ടത് ആ സബ്ജക്റ്റിൽ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന മാസ്റ്റർ ഡിഗ്രി PG വേണം. അതുപോലെ തന്നെ B.Ed അല്ലെങ്കിൽ ഇക്വാലൻസ് വേണം. ഓക്കെ, B.Ed അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ളൊരു കോഴ്സ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇതാണ് PGT എന്ന് പറഞ്ഞ കോഴ്സിലേക്കുള്ള, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ലെവൽ 8 എന്ന് പറയുന്ന ബേസിക് പേ 48,900 എന്ന് പറയുന്ന സാലറി വാങ്ങിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനുണ്ടായിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഇതാണ്, PG വിത്ത് B.Ed. ഏത് സബ്ജക്റ്റാണോ അത്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ സയൻറ്റിഫിക് സൂപ്പർവൈസർ ഉണ്ട്, എക്കണോമിക്സും ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. ആ ഒരു വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഡിഗ്രിയും അതിനൊപ്പം തന്നെ എക്കണോമിക്സും എർഗോ എക്കണോമിക്സും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്പെഷ്യലൈസേഷനും വേണം. ആ ഒരു കോഴ്സ് വാലിഡ് ആയിട്ടുള്ളൊരു കോഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും, അറിയുള്ളത് പറയാം. ഇനി TGT എന്ന് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ മറ്റ് വാക്കൻസി ഉള്ള പോസ്റ്റാണ് TGT, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. TGT ഇതിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ട്. ഓക്കെ, ഏത് സബ്ജക്റ്റാണോ ഉള്ളത് ആ സബ്ജക്റ്റിൽ മാസ്റ്റർ ഡിഗ്രിയും അതുപോലെ തന്നെ B.Edഉം അല്ലെങ്കിൽ തത്തുല്യം. ഇതാണ് അവിടെ വേണ്ട ഒരു കാര്യം. ഓക്കെ, ഇപ്പോൾ എക്കണോമിക്സിലാണെങ്കിൽ MA എക്കണോമിക്സും വിത്ത് B.Edഉം. ഓക്കെ, സോഷ്യൽ സയൻസിൽ B.Edഉം. അതാണ് ഇവിടെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ചീഫ് ലോ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, ലെവൽ 7 പോസ്റ്റാണ്. ഒരു യൂണിവേഴ്സിറ്റി ഒരു ഡിഗ്രി വേണം. ഓക്കെ, ഒരു 3 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ലോയിൽ നിയമത്തിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഡിഗ്രി വേണം. അതുപോലെ തന്നെ ഈ പറയുന്നൊരു പ്ലീഡറായിട്ട് ഒരു 3 year എക്സ്പീരിയൻസും വേണം. പ്ലീഡറായിട്ട് ഒരു എക്സ്പീരിയൻസും വേണം. ഇതാണ് ലോ അസിസ്റ്റൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഒരു LLB ഡിഗ്രി തന്നെ വേണം ഇവിടെ വേണ്ടത്. ഓക്കെ, അതുമാത്രമേ ഈ പറയുന്ന ക്രിമിനൽ ലോ, പ്രോസിക്യൂഷൻ പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും അഭികാമ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ. നമ്മൾ പറയുകയാണെങ്കിൽ PT മാഷ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ഈ പറയുന്ന B.Ped അല്ലെങ്കിൽ അതാണ് ഗ്രാജുവേറ്റ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അതിൻ്റെ സിമ്പിളായിട്ട് പറയുന്നതാണ് B.Ped, ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നാണ് പറയുക. അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഇംഗ്ലീഷ് മീഡിയമാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ കൃത്യമായിട്ട് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാനും കൂടെ അറിയാമെങ്കിൽ നന്നായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് ആണ്. അത് സയൻസിൻ്റെ ഈ പറയുന്ന സയൻസുമായിട്ട് ബന്ധപ്പെട്ട ആർട്സ് സബ്ജക്റ്റിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിലോ ഒരു ഡിഗ്രിയോ ഡിപ്ലോമയോ റിലേറ്റഡ് ആയിട്ട് വേണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഹിന്ദി ട്രാൻസ്ലേറ്ററാണ്, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്ററാണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഉള്ള വ്യക്തികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഈ പറയുന്ന ജൂനിയർ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിക്ക് നോട്ടിഫിക്കേഷൻ നടത്തിയ എല്ലാ എക്സാമിലും, ഇപ്പോൾ SSC ആണെങ്കിലും RRB ആണെങ്കിലും കണ്ടക്ട് ചെയ്യുന്ന എക്സാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഈ പറയുന്നത് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കണേ. ഇനി സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്. ഡിഗ്രിയും വേണം. നമുക്കവിടെ പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമ വേണം. പബ്ലിക് റിലേഷൻസ് ഇല്ലെങ്കിൽ ജേർണലിസം ആണെങ്കിലും അഡ്വർടൈസിംഗ് ആണെങ്കിലും മാസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമയും കൂടെ വേണം. അപ്പോൾ ഡിഗ്രിയും പ്ലസ് ഡിപ്ലോമ ഇൻ എനി ഓഫ് ദ ഫോളോയിങ്, ഈ പബ്ലിക് റിലേഷൻസ് ആയിക്കോട്ടെ, അഡ്വർടൈസിംഗ് ആയിക്കോട്ടെ, ജേർണലിസം ആയിക്കോട്ടെ, മാസ് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഇതിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമയുള്ള ഒരു ബിരുദധാരിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടറാണ്. ഓക്കെ, ഡിപ്ലോമ ഇൻ ലേബർ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ LLB അല്ലെങ്കിൽ PG MBA HR എന്നുള്ള ഈ പറയുന്ന കാറ്റഗറിയിലുള്ള എന്താ പറയുക നമ്മുടെ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഈ പറയുന്ന സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയുന്ന കുറച്ച് പോസ്റ്റുകൾ പ്രധാനമായിട്ടും പറയുന്നത് ഇവിടെ ലെവൽ 2 എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും താഴെ +2 ലെവലിലേക്കുള്ള പോസ്റ്റാണ് ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. 12th വിത്ത് സയൻസ്, ബയോ സയൻസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ സയൻസിലുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അതിനോടൊപ്പം തന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഒരു ഡിപ്ലോമ വേണം. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഒരു ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് കെമിസ്റ്റ് ആൻഡ് മെറ്റലർജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന ലാബ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന കോഴ്സ് കുറച്ച് ആളുകളെ കഴിയാറുള്ളൂ, ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പോസ്റ്റാണ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾസിലൊക്കെയുള്ള ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ്. അത് 12th പാസ്സായാൽ മതി. സയൻസ് സബ്ജക്റ്റിൽ ബയോ സയൻസിൽ ഈ പറയുന്ന 12th സയൻസിൽ ഈ പറയുന്ന 12th പാസ്സായാൽ മതി. അതുപോലെ തന്നെ 1 year എക്സ്പീരിയൻസ് വേണം. 1 year എക്സ്പീരിയൻസും 12th പാസ്സായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ഇനി അസിസ്റ്റൻറ്റ് ടീച്ചർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. ഏതാണോ സബ്ജക്റ്റ് വേണ്ടത് ആ സബ്ജക്റ്റിൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഡിഗ്രി അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡിപ്ലോമ ആ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഏറ്റവും കൂടുതൽ വാക്കൻസികൾ വരുന്ന മറ്റൊരു പോസ്റ്റാണ് പ്രൈമറി റെയിൽവേ ടീച്ചർ, PRT എന്ന് പറഞ്ഞ പോസ്റ്റ്. ഡിഗ്രി മതി, ഇവിടെ മാസ്റ്റേഴ്സ് വേണമെന്നില്ല, ഡിഗ്രി മതി. ഓക്കെ, ഡിഗ്രി വേണം. അതുപോലെ തന്നെ B.Ed. ഓക്കെ, മിനിമം എത്ര വേണം? 50% മാർക്കോട് കൂടി പാസ്സാവണം. സാധാരണ 55 ആണ് പറയാറ്. ഇവിടെ എത്ര മതി? 50% മാർക്കോട് കൂടി ഈ പറയുന്ന സബ്ജക്റ്റിൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. B.Ed വേണം കേട്ടോ. ഇനി മ്യൂസിക് ടീച്ചറുണ്ട്. ഇപ്പോൾ നമ്മൾ MA മ്യൂസിക് എന്നുള്ള രീതിയിലൊക്കെ പറയാറില്ലേ, അല്ലെങ്കിൽ BA മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ് പാസ്സാവാറില്ലേ, അതിൽ ഗ്രാജുവേറ്റ് മതി. ഗ്രാജുവേഷൻ ഈ പറയുന്ന മ്യൂസിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് മ്യൂസിക് ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അവർ സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട് പുരുഷന്മാരെയല്ല ഫീമെയിലാണ്, വനിതകളെയാണ് അവിടെ ഹയർ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലൈബ്രറിയൻ എന്ന് പറഞ്ഞൊരു കോഴ്സിലേക്ക് ആളുകൾ വിളിക്കുന്നുണ്ട്. ബാച്ചിലർ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി, ഓക്കെ, ലൈബ്രറി സയൻസിൽ മാസ്റ്റർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ക്ലിയർ അല്ലേ? ഇതൊക്കെയാണ് ഏകദേശമുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളിനി പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെഡിക്കൽ. നമ്മൾ നേരത്തെ പറഞ്ഞു റെയിൽവേയിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തു പോകുന്ന റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് കുറേ അധികം ആളുകൾ പുറത്താക്കുന്നത് കറക്റ്റായിട്ട് അവർ മെഡിക്കൽ ക്ലിയർ ആയിട്ട് നോക്കും. എന്തെങ്കിലും ഒരു ചെറിയ പാകപ്പിഴവ് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു വിടും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മെഡിക്കലി ഫിറ്റ് ആണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, 4 സ്റ്റാൻഡേർഡാണ് അവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞത് C1 C2 B1 B2 എന്ന് പറയുന്ന 4 മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. B1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഡിസ്റ്റൻറ്റ് വിഷൻ, ഫാർ വിഷൻ എന്ന് പറയുന്നത് ഗ്ലാസ് ഉണ്ടോ ഗ്ലാസ് ഇല്ലയോ, ഗ്ലാസ് വെച്ചോ വെക്കാതെയോ നമുക്ക് എന്താണ് 6/9 6/12 വായിക്കാൻ പറ്റണം. എന്താണ് സംഭവം എന്നറിയോ? ഈ പറയുന്ന 6/9 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരു ഓപ്റ്റോമെട്രി അല്ലെങ്കിൽ ഒഫ്താൽമോളജിസ്റ്റിനെ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം തരും. നമ്മൾ കണ്ണിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. ഇതിൽ ഏറ്റവും താഴെ ഈ പറയുന്ന കാര്യങ്ങൾ, ഏറ്റവും താഴെ ഈ പറയുന്ന ഗ്ലാസ് ഇല്ലാതെ നമുക്ക് വായിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഗ്ലാസ് ഇല്ലാതെയോ വായിക്കാൻ പറ്റുന്ന ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ 6/6 എന്ന് പറയാം. സാധാരണ നമ്മൾ മോട്ടോർ സൈക്കിളൊക്കെ ഓടിക്കാൻ അല്ലെങ്കിൽ കാറൊക്കെ ഓടിക്കാൻ പോകുന്ന സമയത്ത് ലൈസൻസ് എടുക്കും. ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് ഈ പറയുന്ന ഏറ്റവും താഴെ കാണുന്ന ലൈൻ വായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ലൈൻ വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6/6 ഉണ്ട്. തൊട്ട് മുകളിലായിട്ട് കാണുന്ന ഒരു ലൈൻ നമുക്ക് വായിക്കാൻ പറ്റുന്നെങ്കിൽ നമുക്കതിന് 6/9 എന്ന് പറയും. വിത്തൗട്ട് ഗ്ലാസസ് നമുക്കിത് ഈ പറയുന്ന ലൈൻ കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ പവർ 6/9 ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിന് തൊട്ട് മുകളിലുള്ള ലൈൻ ആണെങ്കിൽ അതിനെ 6/12 എന്ന് പറയുന്നു. കുറച്ചുകൂടെ മുകളിലായിട്ട് കുറച്ചുകൂടെ വലിയ അക്ഷരങ്ങളാണെങ്കിൽ നമുക്കതിന് 6/18, കുറച്ച് മുകളിൽ പോയി കഴിഞ്ഞാൽ 6/24, 6/36, ഏറ്റവും വലുത് 6/16. ഓക്കെ, നമ്മളെ ഈ കാറ്റഗറിയിൽ വരുന്നത് മെയിൻലി ഇവിടെ ഈ 3 സംഭവത്തിലാണ്. 6/9, 6/18, 6/12, ഈ പറയുന്ന 6/9, ഓക്കെ, 6/24, ഈ പറയുന്ന 4 കാറ്റഗറിയിലാണ് നമ്മളിവിടെ നോട്ടിഫിക്കേഷനിൽ ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ B1 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിൽ പറയുന്നത് 6/9 6/12 ആണ്. വിത്തൗട്ട് ഗ്ലാസസ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്കത് ക്വാളിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും പറയുന്നത് വെച്ചാൽ കളർ വിഷൻ. ഓക്കെ, ഇപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നം, നൈറ്റ് വിഷൻ പോലെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അവർ നോക്കും. അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ബൈനോക്കുലർ വിഷൻ കറക്റ്റ് ആണോ, ഫീൽഡ് ഓഫ് വിഷൻ കറക്റ്റ് ആണോ, നൈറ്റ് വിഷൻ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർ നമ്മൾ അകത്തേക്ക് എടുക്കുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് ഫാർ വിഷൻ മാത്രമല്ല ഈ പറയുന്ന നിയർ വിഷൻ കൂടെ അവർ ചെക്ക് ചെയ്യും. 0.6 അല്ലെങ്കിൽ 0.6 താഴെ
എന്നുള്ള വിത്തൗട്ട് ക്ലാസ്സസ് ആണ്. അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പോലുള്ള പോസ്റ്റിലൊക്കെ ആണെങ്കിൽ A1 സ്റ്റാൻഡേർഡൊക്കെയാണ്. അതുപോലെ അത്രയും വളരെ കടുകട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് ലേസറൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ലേസർ ചെയ്ത ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. ഇനി അടുത്ത് വരുന്നത് B2 ആണ്. ഇവിടെയും ഇതേപോലെ വിത്തൗട്ട് ഗ്ലാസസ് നമുക്ക് 6/9 6/12 വേണം. അടുത്തുള്ള വിഷൻ ആണെങ്കിൽ 0.6 അല്ലെങ്കിൽ 0.6 വിത്തൗട്ട് ഗ്ലാസസ് എന്നുള്ളതിന് വായിക്കാൻ പറ്റണം. ഓക്കെ, ഇവിടെയും ഈ പറയുന്ന രീതിയിൽ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യുന്നതാണ്. അതും ഒന്ന് മനസ്സിലാക്കി വയ്ക്കും. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള താഴോട്ട് ഇറങ്ങി വരും തോറും സിമ്പിളായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിലേക്കാണ് വരുന്നത്. ഇനി C1 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് 6/9 ഇല്ലെങ്കിലും കുഴപ്പമില്ല, 6/12 അല്ലെങ്കിൽ 6/18 മതി. നമ്മൾ നേരത്തെ പറഞ്ഞ 6/12 ഈ പറയുന്നത് താഴെയുള്ള വരി വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ രണ്ട് ഏതെങ്കിലും വായിക്കാൻ പറ്റിയ ഒരാളായിരിക്കണം. അപ്പോൾ കുറച്ചുകൂടെ എന്താണ്, റിലാക്സ്ഡ് ആണ്. അപ്പോൾ ഇവിടെ 6/12 6/18 വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത നിയർ വിഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, 0.6 അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ്. ഓക്കെ, ഇവിടെയും ഈ പറയുന്ന രീതിയിൽ ക്ലോസ് വർക്കും കാര്യങ്ങളൊക്കെ ഓഫീസ് റേഞ്ചിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതല്ലേ, അപ്പോൾ അതവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നതാണ്. ഇനി C2 ആണ് ഏറ്റവും അവസാനമായിട്ട് പറയുന്നത്. 6/12 വായിച്ചാൽ മതി. ഓക്കെ, 6/12 വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ഓക്കെ, വായിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ക്ലോസ് വർക്കും കാര്യങ്ങളൊക്കെ അവിടെ ചെക്ക് ചെയ്യുന്നതാണ്. സോ മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ കേസിൽ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നോക്കുന്നത് B1 ആണ്. കമ്പാരിറ്റീവ്ലി ഇവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ കടുകട്ടി എന്ന് പറയുന്നത് B1 ആണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ലൈസൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റുകൾക്കൊക്കെ മെഡിക്കലി ഫിറ്റ് ആവുന്നുള്ളതാണ്. മറ്റ് ഫിറ്റ്നസ് ഒക്കെ ഉണ്ട്, നമ്മുടെ ബോഡി എല്ലാം ഫിറ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം? ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേഷനും വലിയ ഡിഗ്രിയൊക്കെ ഉള്ള അലമാറയിൽ നമ്മൾ ഈ പറയുന്ന ബ്യൂറോയിലൊക്കെ എടുത്തു വയ്ക്കുന്ന ആളുകൾ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. റെയിൽവേയിൽ ഈ പറയുന്ന പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മളെ തേടിയെത്തുന്നുണ്ട്. എന്താണെന്നറിയോ, ഇപ്പോൾ ഈ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് TA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ട്രാവൽ അലവൻസ്. നമുക്കും ഫാമിലിക്കും എവിടെ വേണമെങ്കിലും ഈ പറയുന്ന ഇന്ത്യൻ റെയിൽവേയിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാവൽ അലവൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. DA അലവൻസ് എന്നുള്ള രീതി ഡിയർനെസ് അലവൻസ് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഉള്ളവർക്ക് ഇൻഷുറൻസ്, ഈ പറയുന്ന മെഡിക്കൽ ഇൻഷുറൻസ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ് നമുക്കുണ്ട്. ഹോസ്പിറ്റൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സൗജന്യമായിരിക്കും. റെയിൽവേ ഹോസ്പിറ്റൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് സൗജന്യമായിരിക്കും. ഇനി നമുക്ക് മക്കളുണ്ടെങ്കിൽ റെയിൽവേ സ്കൂളുകളിലൊക്കെ സൗജന്യമായിട്ട് പഠിപ്പിക്കാം. എഡ്യൂക്കേഷണൽ രീതിയിലുള്ള സ്കോളർഷിപ്പും അതുപോലെ തന്നെ ഈ പറയുന്ന എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള ഫീസൊക്കെ വളരെ ഇതായിരിക്കും, എല്ലാം ഫ്രീ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പെൻഷൻ സ്കീംസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാട്രിമോണി സൈഡിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഗവൺമെൻറ് ജോലിയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റെബിലിറ്റിയാണ്. അതിനോടൊപ്പം തന്നെ പെൻഷൻ സ്കീമാണ്. ആ പെൻഷൻ സ്കീം റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്, അതിൻ്റേതായിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ട്, ഈ പറയുന്ന ബെനിഫിറ്റ്സ് എല്ലാം ഉണ്ട്. ട്രാവൽ അലവൻസ് ഉണ്ട്, ഈ പറയുന്ന ഹൗസ് റെൻറ്റ് അലവൻസ് HRA ഉണ്ട്, DA ഉണ്ട്, എഡ്യൂക്കേഷണൽ, മെഡിക്കൽ, അതുപോലെ തന്നെ പെൻഷൻ സ്കീം പോലുള്ള എല്ലാ ബെനിഫിറ്റ്സും ഈ ഒരു പോസ്റ്റിലുണ്ട്. ഓക്കെ, അതെല്ലാം കൊണ്ടാണ് ഈ പറയുന്ന പോസ്റ്റ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഈ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നല്ലൊരു പോസ്റ്റാണ് മക്കളെ. നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒറ്റ സ്റ്റേജ് എക്സാമേ ഉള്ളൂ. ആ എക്സാം ക്വാളിഫൈ ചെയ്യുക, സ്കിൽ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുക, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ എന്തായാലും പാസ്സാവും. മെഡിക്കലി എന്താണ് ഈ പറയുന്ന ലൈസൻസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മെഡിക്കലും സിമ്പിളായിട്ട് പാസ്സാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ സ്കിൽ ടെസ്റ്റും നിങ്ങളുടെ CBT എക്സാമിൻ്റെ മാർക്കായിരിക്കും നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുക. അപ്പോൾ അതിനുവേണ്ടി കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. January 7th ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങളെ തേടിയെത്തും. സോ അതിന് മുമ്പ് തന്നെ വർക്ക് ചെയ്ത് തുടങ്ങുക. ഇന്ന് തന്നെ ഈ പറയുന്ന ദിവസങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ എബിലിറ്റിയൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കുക. BEdൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കുക. മറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, ലൈബ്രറിയൻ പോലുള്ള ആളുകൾക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്ക് റെയിൽവേ തരുന്ന ന്യൂ ഇയർ സമ്മാനമാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിനോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഏതെങ്കിലും ഫാക്കൽറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ മക്കളോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോ, ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളാണെങ്കിൽ വി ആർ ഓൾവേസ് ദർ ടു ഹെൽപ്പ് യു, വി ആർ ഓൾവേസ് ദർ ടു ഹിയർ യു ഫ്രം യു. ഓക്കെ, അപ്പോൾ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ സംശയങ്ങളും താഴെ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. പുതുവത്സരാശംസകൾ. താങ്ക് യു. ബൈ.